വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ദ നേവി ആക്ടർ മനു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ ഉണ്ടാക്കുന്നത് നമ്മളെ കേരളത്തിലുള്ള എല്ലാ മോഡിഫൈഡ് കാർസും വണ്ടിപ്രാന്തന്മാർക്കും വേണ്ടിയാണ്. വണ്ടിപ്രാന്തൻസ് ആൻഡ് മോഡിഫൈഡ് കാർസ് അവരെയാണ്. ഒരു സഞ്ജു ടെക്കിയുടെ ഒരു വീഡിയോ കാരണം നമ്മളെ ഗണേഷ് കുമാർ സാറും MVDയും പോലീസും എല്ലാവരും പറഞ്ഞു അവരെ വഴിയിൽ എവിടെ വെച്ച് കണ്ടാലും പെറ്റിയടിക്കണമെന്ന്. സഞ്ജു ടെക്കി അല്ലേ കുറ്റം ചെയ്തത്. സഞ്ജു ടെക്കി കുറ്റം ചെയ്തെങ്കിൽ അത് സഞ്ജു ടെക്കിക്ക് കിട്ടാനുള്ള പരമാവധിക്ക് അപ്പുറം കിട്ടി. എന്നിട്ട് ആ പാവത്തിനെ വിടുകയും ചെയ്തു. ഓക്കെ, അറ്റ് ദ സെയിം ടൈം സഞ്ജു ടെക്കി ചെയ്തെന്നും പറഞ്ഞിട്ട് കുറേ നിയമ നടപടികളും സ്വീകരിച്ച് MVD കാർ അങ്ങോട്ട് റോഡിലിറങ്ങി. റോഡിൽ കാണുന്ന ഏതൊരു വണ്ടി മോഡിഫൈഡ് ആണെങ്കിലും അപ്പോഴേ കേസ് എടുക്കണമെന്ന്. നിങ്ങൾ കേസെടുത്തു. അങ്ങനെ ഓരോരുത്തർക്കുള്ള കേസെടുത്ത് ലാസ്റ്റിൽ അവർക്കുള്ള വണ്ടീനെ ഇറക്കാൻ പറ്റാതെ വീട്ടിൽ തുണിയും വിരിച്ച് ഇടാണ്ടി വന്ന് പൊടിയടിച്ച്. പക്ഷേ ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കണം, അവർ നിങ്ങളെ വല്ലതും ശല്യം ചെയ്യുന്നുണ്ടോ? അവർ കുറ്റകരം വല്ലതും ചെയ്യുന്നുണ്ടോ? അവർ കുറ്റവാളികളാണോ? നിങ്ങൾ ചെയ്യുന്നത് എന്താ ശരിയാണോ? നിങ്ങൾ റോഡിൽ ടാക്സ് അടയ്ക്കുന്നുണ്ട്, റോഡ് ടാക്സ് അടയ്ക്കുന്നുണ്ട്, ജനങ്ങളെല്ലാം ടാക്സും പൈസ എല്ലാം അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ റോഡ് എത്ര ശരിയാക്കി? മൊത്തവും കുണ്ടുകുഴി, സാധാരണ വണ്ടി പോലും നശിക്കുക. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് അയ്യോ ആ ലൈറ്റ് ശരിയല്ല, അവിടുന്ന് ശബ്ദം വരുന്നു, ഇവിടുന്ന് ശബ്ദം വരുന്നു, മറ്റിടത്തുനിന്ന് ശബ്ദം വരുന്നു, മറ്റേ സൈഡിൽ നിന്ന് ശബ്ദം വരുന്നെന്ന് പറഞ്ഞിട്ട് ഓരോ വണ്ടീനെ നിങ്ങൾ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങൾ ഒരുപാട് ചിക്കങ്ങ ചെയ്യുന്ന. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം സാർമാരെ, ഈ റോഡിനെ കാരണമാണ് ഒരു വണ്ടി നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സാധാരണക്കാർക്ക് അവർക്ക് കിട്ടുന്ന, ഇവിടെ ഈ കേരളത്തിൽ ഇപ്പോൾ ജീവിക്കാൻ വയ്യാത്ത ഒരു കാര്യം വാസ്തവം തന്നെ. കാരണം ഒരു 10,000 രൂപ കിട്ടിയാൽ പോലും ഒരു തന്നെ അഥവാ ശരാശരി ഒരു മാസ വരുമാനം അഥവാ 10,000 രൂപ ഉണ്ടെങ്കിലും അത് ഇലക്ട്രിസിറ്റി ബില്ലും റെൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം ബാക്കി സർക്കാരിന് ഫൈൻ അടയ്ക്കാനേ നേരം കാണത്തുള്ളൂ. വണ്ടിയിൽ ഹെൽമെറ്റ് ഇടാത്തതുകൊണ്ട് ഫൈൻ, അല്ലെങ്കിൽ അത് കുറ്റകരം തന്നെ, ശരി, അത് നമ്മളെ സുരക്ഷയ്ക്ക് തന്നെ. അതിപ്പം പിന്നെ വണ്ടിയുടെ അത് അവിടുന്ന് ശബ്ദം വരുന്നത്, ഇവിടുന്ന് ശബ്ദം വരുന്നത്, അത് ചെയ്തില്ല ഇത് ചെയ്തില്ലെന്നും പറഞ്ഞ് നിങ്ങൾ പിടിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച്, വണ്ടിപ്രാന്തന്മാരെയും നിങ്ങൾ പിടിച്ചു. വണ്ടിപ്രാന്തൻ അവർക്കുള്ള ഒരു ഹരമാണ് മോഡിഫൈ ചെയ്ത് ഒരു അതിൽ സൗണ്ടൊക്കെ കയറ്റി, അത് അവർക്ക് ഒരു ഹരമാണ്. അവരാരെയും ശല്യത്തിന് പോകാറുമില്ല. ശരി, ശല്യം ചെയ്യുന്നുണ്ടോ, അതല്ല ഒരു വേറെ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തക്കമായിട്ട് അന്വേഷിച്ചിട്ട് കേസെടുക്കാനുള്ള എല്ലാ നടപടി സ്വീകരണങ്ങളും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ റൈറ്റ്സ് ഉണ്ട്. ബട്ട് ഇപ്പം വഴി കാണുന്ന എല്ലാവരെയും പിടിച്ചു നിർത്തിയിട്ട് നിങ്ങൾ ചുമ്മാതെ അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ സാർമാർ? പിന്നെ ഇപ്പം നിങ്ങൾ ഈ പറയുന്ന വണ്ടിപ്രാന്തന്മാർ അല്ലെങ്കിൽ മോഡിഫൈഡ് കാർസ് എന്ന് പറഞ്ഞുകൊണ്ട് മോഡിഫൈഡ് വണ്ടികൾ റോഡിൽ ഇറക്കാൻ പാടില്ല. ഇപ്പം കഴിഞ്ഞ ഓണ പ്രളയത്തിനായാലും അവരന്ന് ഇറങ്ങിയത്. നിങ്ങളെ ബൊലേറോ ഒന്നും ഇറങ്ങിപ്പോകത്തില്ല, ഒരു ചെളിയിലും ഒരു വെള്ളത്തിലും ഇറങ്ങിപ്പോകത്തില്ല. പക്ഷെ അവരെ വണ്ടികൾ ഇറങ്ങി, എല്ലായിടവും ഇറങ്ങി. രക്ഷാപ്രവർത്തനത്തിന് നിങ്ങൾ ഇറക്കിക്കൊണ്ട് പോയത് അവരെയാണ്. എന്നിട്ട് അവർ സഹായിച്ചിട്ട് അവരെ പിന്നെ ലാസ്റ്റിൽ പാമ്പ് കുത്തുന്ന അണകത്ത് തിരിച്ച് അവരെ കൊത്തിക്കൊടുത്ത് അവർ കിട്ടി കേസെടുക്കാനും തുടങ്ങി. ഇത് മോശമല്ലേ സാറേ? ഇതൊക്കെ എന്തെന്നാ സാറന്മാരെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് നിങ്ങൾ ഇത്രയും കാശ് മുടക്കിയിട്ട് അവർ ചെയ്തിടുന്നില്ല, അവർക്കുള്ള ഒരു ആരോഗ്യമല്ലേ? അവർ കുറ്റകൃത്യം ചെയ്യുന്നെങ്കിൽ കേസെടുക. ശരി, വേറെ ഇപ്പോൾ വയനാട് ദുരന്തം നമ്മൾ കണ്ടു. വയനാട് ദുരന്തത്തിൽ നിങ്ങളെ വണ്ടികൾ എവിടെയെങ്കിലും ചെന്നോ? എവിടെയെങ്കിലും പോയി നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് നിങ്ങളെ ജീപ്പോ നിങ്ങളെ ബൊലേറോ എന്തെങ്കിലും ജോലി ചെയ്തോ? വർക്ക് ചെയ്യാൻ പറ്റിയോ? കൊണ്ടുപോകാൻ പറ്റിയോ നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന്? ഇല്ലല്ലേ. പോയതാരാന്ന്? പോയത് ഇന്ത്യൻ ആർമിയാന്ന്. അവരെയും കൂട്ടിക്കൊണ്ട് എല്ലായിടവും പോയത് കണ്ടായിരുന്നാ? കണ്ടില്ലേ? ഞാനും വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിലെല്ലാം ആ വീഡിയോസ് എല്ലാം കാണിക്കുന്നതിന് മുന്നേ ആദ്യമേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന്, ഈ റോഡിങ് എങ്ങനെയാണെന്ന് ഏതാണെന്നെല്ലാം അറിയണ്ടേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം അത് കാണിച്ചു തരാം. ഓഫ് റോഡിങ്ങിൻ്റെ കാര്യങ്ങൾ കേരളത്തിൽ എവിടെയാണ് ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതും അതിൻ്റെ ടീംസും ക്ലബ്ബും ഒക്കെ ഉണ്ട്. അത് ഞാൻ ആദ്യം അത്
ഇത് കണ്ടിട്ട് എവിടെ എണീറ്റ് പോവുക? ഇത് ജസ്റ്റ് ഒരു ട്രെയിലർ. അറിയാത്തവർക്ക് വേണ്ടി മോഡിഫൈഡ് കാർസ് എന്താന്ന്, മോഡിഫൈഡ് വണ്ടികൾ, ഓഫ് റോഡിങ് എന്താന്ന് അത് കാണിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സാമ്പിളല്ലേ കാണിച്ചോളൂ. ഇനിയല്ലേ കിടക്കുന്നത്. സിനിമ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആരും എണീറ്റ് പോകരുത്. ഇനി അത് കളി തുടങ്ങാൻ പോകും. ഇനി കണ്ടോ, വയനാടിന് വേണ്ടിയും കഴിഞ്ഞ തവണത്തെ ദുരന്തത്തിന് വേണ്ടിയും ഇറങ്ങിയതാരാണെന്ന്. കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം, യോദ്ധാക്കളിൽ ആയോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുളാം. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം, യോദ്ധാക്കളിൽ ആയോധന 53.45 ലക്ഷം രൂപയാണ്. വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിട്ട് ഈ പരിശോധന ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷനുകൾ നിയമവിരുദ്ധമാണ്. രൂപമാറ്റം വരുത്തി ഓടുന്ന വണ്ടികളെല്ലാം ഹൃദയം കുളിരായി തഴുകും അടിപൊളി വീഡിയോ ആയിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്നലെ എന്തായാലും ഇന്ത്യൻ ആർമിയുടെ ദൗത്യം അവിടെ പൂർത്തിയായി. വയനാട്ടിൽ വെച്ച് വയനാട്ടിൽ അവർ ചെയ്യേണ്ട മാക്സിമം ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ പോകുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഒരു ഓഫ് റോഡേഴ്സിന് വേണ്ടി ഒരു സ്പെഷ്യലായിട്ട് ഒരു സ്പെഷ്യൽ ഹഗ് കിട്ടിയെന്നുള്ള ആരെന്നാ, നമ്മളെ കേണൽ മീൻസ് ദ മോസ്റ്റ് ഫിയർലെസ് പേഴ്സൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഋഷി ചേട്ടൻ, മീൻസ് കേണൽ ഋഷി രാജലക്ഷ്മി സർ. ആ പുള്ളിക്കാരനാണ് ഇന്നലെ ഓഫ് റോഡേഴ്സിന് ആ മക്കളെ എന്നും പറഞ്ഞ് നെഞ്ചോടെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ഹഗ് കൊടുത്തിട്ട് ബാക്കി പറഞ്ഞ എന്താന്ന് നിങ്ങൾ. എസ്പെഷ്യലി എൻ്റെ ഓഫ് റോഡർ പയ്യന്മാർ, they were an amazing, they did an amazing job. ബോഡി എടുക്കുന്നതിലാണെങ്കിലും ശരി, വളരെ റഫായിട്ടുള്ള ടെറൈനിൽ നമ്മുടെ കൂടെ വരുന്നതിലാണെങ്കിലും ശരി, they were a great help. അതുപോലെ തന്നെ ലോക്കൽ ഇവിടെ ഉള്ളവരാണെങ്കിലും ശരി, they were greatly helping us. Thank you. guys want one salute. Please start. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മളെ ഇന്ത്യൻ ആർമി വരെ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അവർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായതും നമ്മളെ ഈ ഓഫ് റോഡ് വണ്ടികൾ തന്നെ. പിന്നെ നമ്മളെ സിനിമാ മേഖലയിലും പല നടന്മാരും ഇതേണകത്ത് ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനിലുള്ള ലിസ്റ്റിൽ നമ്മൾ അമിത് ചാക്ലക്കൽ ചേട്ടനും ഉണ്ട്. പിന്നെ യുവതലമുറ എല്ലാവരും അത് ചെയ്യല്ലേ, ഓഫ് റോഡിങ് ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഹരം. ബട്ട് അവർ ഒരു സമയം ആകുമ്പോഴത്തേക്ക് അവരാണ് ഈ ഓരോ ദുരന്തം വരുമ്പോഴത്തേക്ക് അവരാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് സഹായത്തിന്. സോ ബഹുമാനപ്പെട്ട കോടതിയും ഇതൊന്ന് കണ്ട് എന്തെങ്കിലും ഒന്ന് പരിഗണിക്കണം എന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. കെ വി ഗണേഷ് കുമാർ സാറും MVD സാറുമാരും ആൻഡ് പോലീസ് മേധാവികൾ എല്ലാവരോടും ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. സർ, ഒന്ന് ഈ പാവങ്ങളെ അധികമായിട്ട് ശിക്ഷയോ അല്ലെങ്കിൽ ഫൈൻ അടിക്കുകയോ ഒന്നും ചെയ്യല്ലേ. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം കേരളത്തിനൊരു ദുരന്തം അല്ലെങ്കിൽ ആരും വിളിച്ചിട്ടില്ല, അവർ വിളിക്കാതെ ആയാലും അവരെ ഓടിയെത്തും സാർ. അവർ അങ്ങനെ എന്തെങ്കിലും കുറ്റകൃത്യം കാണുന്നെങ്കിൽ നിങ്ങൾക്ക് കേസെടുക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. പക്ഷെ ഒരാൾക്കുള്ള സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ ഒരു ബ്ലോഗറിൻ്റെ കുറ്റമോ അല്ലെങ്കിൽ വേറെയുള്ള പയ്യന്മാർ ചെയ്യുന്ന കുറ്റത്തിന് ദയവ് ചെയ്ത് ബാക്കി എല്ലാവരെയും കൂടെ അടച്ചു പൂട്ടി വെക്കല്ലേ സാർമാർ, പ്ലീസ് സാർ.
അത് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്ന എല്ലാവരോടും ഇതിൻ്റെ മേളിൽ ഇനിയെങ്കിലും നിങ്ങൾ നല്ലൊരു സ്റ്റഡി നടത്തിയിട്ട് എന്തോ വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് ഒരു പുതിയ ഉത്തരവായിട്ട് ഇറങ്ങണമെന്നാണ് ഞാൻ ഈ ഓഫ് റോഡ് ചെയ്യുന്ന ബ്രദേഴ്സിന് വേണ്ടിയും പിന്നെ മോഡിഫൈ ചെയ്യുന്ന കാർസിന് അവർക്ക് വേണ്ടി ഞാനാ സംസാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.